അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3-ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്ക് നാളെ നടക്കാനിരിക്കുന്ന അഖീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും മെഗാ റിവിഷനുമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നന്നായി പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങണേ. ആദ്യത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കാം. ഒരു സൈഡിലെ സ്വർഗം കാക്കുന്ന മലക്ക് ഖുർആൻ അവതരണം പൂർത്തിയായി, അമ്പിയാക്കളിൽ ശ്രേഷ്ഠർ, സൃഷ്ടികളിൽ അത്യുന്നതർ, അമലുകൾ തൂക്കപ്പെടും എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീസാൻ 23 വർഷം കൊണ്ട്, റിളുവാൻ അലൈഹിസ്സലാം മുർസലുകൾ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് യോജിച്ചവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. സ്വർഗം കാക്കുന്ന മലക്ക്. അതിനോട് യോജിച്ചത് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിളുവാൻ അലൈഹിസ്സലാം. അതവിടെ ആ കള്ളിയിൽ എഴുതി കൊടുക്കുക. 2. ഖുർആൻ അവതരണം പൂർത്തിയായി. എത്ര വർഷം കൊണ്ടാണ്? 23 വർഷം കൊണ്ട്. 3. അമ്പിയാക്കളിൽ ശ്രേഷ്ഠർ. അതിൻ്റെ ഉത്തരം മുർസലുകൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ 13-ാമത്തെ പേജിൽ ലാസ്റ്റ് ഉണ്ട്, അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകളാണ് എന്നല്ലേ. 4-ാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ അത്യുന്നതർ. ഉത്തരം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 5. അമലുകൾ തൂക്കപ്പെടും. ഏത് തുലാസിലാണ്? മീസാൻ എന്ന തുലാസിൽ. ഇനി 2-ാമത്തെ ചോദ്യം നോക്കാം. ശരിക്ക് ശരി, തെറ്റിന് തെറ്റ് എന്ന് അടയാളം നൽകാം. 1. മരണം എന്നത് നശിക്കലല്ല. അത് ശരിയാണോ തെറ്റാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മരണം എന്നത് എന്താണ്? നശിക്കലല്ല, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്കുള്ള മാറലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മരണം എന്നത് നശിക്കലല്ല എന്നത് എന്താണ്? ശരിയായ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അവിടെ ശരി അടയാളം നൽകുക. ഇനി 2-ാമത്തത്, അമലുകളെല്ലാം സിറാത്തിൽ തൂക്കപ്പെടും. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അമലുകളെല്ലാം മീസാൻ എന്ന തുലാസിലാണ് തൂക്കപ്പെടൽ അല്ലേ. അപ്പോൾ അവിടെ തെറ്റ് എന്ന് എഴുതി കൊടുക്കുക. ഇനി 3-ാമത്തത്, അള്ളാഹു നമുക്ക് കണക്കാക്കിയത് മാത്രമേ സംഭവിക്കൂ. അതെന്താണ്? ശരിയായ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അവിടെ ശരിയിട്ട് കൊടുക്കുക. ചോദ്യം 4, ഈമാൻ കാര്യങ്ങളിൽ 2-ാമത്തേത് കിതാബുകളിൽ വിശ്വസിക്കൽ. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈമാൻ കാര്യങ്ങളിൽ 2-ാമത്തേത് എന്താണ്? മലക്കുകളിൽ വിശ്വസിക്കലാണ്. ചോദ്യം 5, റൂഹുകളെ പിടിക്കുന്ന മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം ആരാണ്? സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവരാണ് അല്ലേ. അപ്പോൾ അവിടെ തെറ്റിട്ടെടുക്കുക. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. എണ്ണം എഴുതുക. 1-ാമത്തത്, ഉലുൽ അസ്മുകൾ. ഉലുൽ അസ്മുകളുടെ എണ്ണം എത്രയാണ്? 5 ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരുകളൊക്കെ നന്നായിട്ട് എഴുതാനും പറയാനൊക്കെ പഠിക്കണം. ആരെല്ലാമാണ് ഉലുൽ അസ്മുകൾ? നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, പിന്നെ നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2-ാമത്തത്, അമ്പിയാക്കൾ. അമ്പിയാക്കളുടെ എണ്ണം എത്രയാണ്? 1,24,000 അമ്പിയാക്കളുണ്ട് അല്ലേ. പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്, അള്ളാഹു 1,24,000 നബിമാരെ അയച്ചിട്ടുണ്ട്. 3-ാമത്തെ ക്വസ്റ്റ്യൻ, മുർസലുകൾ. മുർസലുകളുടെ എണ്ണം എത്രയാണ്? 313. അടുത്ത ചോദ്യം, പട്ടിക പൂർത്തിയാക്കാം. പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 9, 10 എന്നിവിടങ്ങളിലായിട്ട് തന്നിട്ടുള്ള പട്ടികയാണ്. ഇത് പൂർത്തിയാക്കാൻ എല്ലാവരും പഠിക്കണം. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എഴുതാനും പഠിക്കണം, അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും പഠിക്കണം. നമുക്ക് നോക്കാം. തൗറാത്ത് എന്ന കിതാബ് ഇറക്കപ്പെട്ട നബി ആരാണ്? മൂസ അലൈഹിസ്സലാം. അതിൻ്റെ ഭാഷ ഏതാണ്? ഇബ്രാനി. അതവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മൂസ അലൈഹിസ്സലാം എന്ന് എഴുതി കൊടുക്കണം.
ഇനി രണ്ടാമത്തത് ഈസ അലൈഹിസ്സലാം എന്നവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈസാ നബിക്ക് ഇറക്കപ്പെട്ട കിതാബ് ഏതാണ്? ഇഞ്ചീലാണ് അല്ലേ. അപ്പം ഇഞ്ചീൽ ഈസ അലൈഹിസ്സലാം. അതിൻ്റെ ഭാഷ ഏതാണ്? ഉത്തരം സുരിയാനി. ഇനി സബൂർ എന്ന് തന്നിട്ടുണ്ട്. അത് ഇറക്കപ്പെട്ട നബി ആരാണ്? സബൂർ എന്ന കിതാബ് ഇറക്കപ്പെട്ട നബി ആരാണ്? ദാവൂദ് അലൈഹിസ്സലാം. അതിൻ്റെ ഭാഷ യൂനാനി. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പട്ടിക നന്നായിട്ട് പഠിച്ചു വെക്കുക. നബിമാരുടെ പേരും അവർക്ക് ഇറക്കപ്പെട്ട കിതാബും അതിൻ്റെ ഭാഷയും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് ചേരുംപടി ചേർക്കാനും ഒക്കെ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഉത്തരം എഴുതാം. 1. ആരാണ് മുർസലുകൾ? ഉത്തരം നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുർസലുകൾ എന്ന് പറയുന്നത്. 2. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു? ഉത്തരം ഇഹപര വിജയമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. 3ാമത്തെ ക്വസ്റ്റ്യൻ, കിതാബുകൾക്ക് വിശദീകരണം നൽകിയത് ആരാണ്? അതിൻ്റെ ഉത്തരം പ്രവാചകന്മാർ. പ്രവാചകരിൽ കൂടിയാണ് കിതാബുകൾ ലഭിച്ചത്. അതിൻ്റെ വിശദീകരണം നൽകിയതും അവരാണ്. അടുത്ത ചോദ്യം, ഖബർ സ്വർഗത്തോപ്പാകും ആർക്ക്? അതിൻ്റെ ഉത്തരം മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്നിവരുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞാൽ അവരുടെ ഖബർ എന്താകും? സ്വർഗത്തോപ്പാക്കപ്പെടും. 5ാമത്തെ ചോദ്യം, ഉലുൽ അസ്മുകളിൽ നിന്ന് 2 പ്രവാചകന്മാരുടെ പേരെഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉലുൽ അസ്മുകൾ 5 എണ്ണമാണ്. അതിലേതെങ്കിലും 2 ആളെ പേര് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. അടുത്തൊരു ചോദ്യം പൂരിപ്പിക്കാനാണ്. 1. പ്രകാശം കൊണ്ട് ഡാഷ് പ്രത്യേക സൃഷ്ടികളാണ് ഡാഷ്. ഇതിൻ്റെ ഉത്തരം പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് എഴുതി കൊടുക്കുക. 2. അള്ളാഹു നൽകുന്ന ഡാഷ് അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് ഡാഷ്. എന്താവും അതിൻ്റെ ഉത്തരം? അള്ളാഹു നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് കിതാബുകൾ. 3. നൂഹ് അലൈഹിസ്സലാം പിന്നെ ഡാഷ് ഇട്ടേ, പിന്നെ മൂസ അലൈഹിസ്സലാം ഡാഷ് മുഹമ്മദ് അലൈഹിസ്സലാം. ആരാണ് അവിടെ? ഉലുൽ അസ്മുകളുടെ പേര് പൂരിപ്പിക്കാനാണ്. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, പിന്നെ ഈസ അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം എന്നും ഈസ അലൈഹിസ്സലാം എന്നുമാണ് അവിടെ ചേർത്ത് കൊടുക്കാൻ. അടുത്തൊരു ചോദ്യം, ആശയം എഴുതാം. ആശയം എഴുതാന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം എഴുതാനാണ്. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്തു. അതിൻ്റെ അർത്ഥം മരിക്കാതെ എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ മേൽ നീ ഭരമേൽപ്പിക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. യോജിച്ചവ ചേർക്കാനാണ്. ബ്രാക്കറ്റിൽ മാലിക് അലൈഹിസ്സലാം, ഖുർആൻ, മഹ്ശർ 4, 313 പേർ എന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, അള്ളാഹു ഇറക്കിയ കിതാബുകൾ എത്ര കിതാബുകളാണ്? 4. 2. നരകം കാക്കുന്ന മലക്ക്. ഉത്തരം മാലിക് അലൈഹിസ്സലാം. 3. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശം ഡാഷ്. ഉത്തരം ഖുർആൻ. 4. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം മഹ്ശർ. 5. മുർസലുകൾ ആകെ 313 പേർ. അടുത്തത് പൂർത്തിയാക്കാം. 1. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് ഡാഷ്. ആരാണ്? മലക്കുകൾ. 2. പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും ഡാഷ്. ഉത്തരം കഴിയുകയില്ല. 3. നിയമാനുസൃതം അല്ലാതെ ഖുർആൻ ഓതാൻ ഡാഷ്. ഉത്തരം പാടില്ല. 4.
നുബുവത്തിനു മുമ്പും ശേഷവും പ്രവാചകന്മാരിൽ നിന്ന് ഒരു തെറ്റും ഡാഷ്. ഉത്തരം സംഭവിക്കുന്നതല്ല. അടുത്ത ചോദ്യം പട്ടിക പൂർത്തിയാക്കാം. മലക്കുകളുടെ പേരും അവർക്ക് നൽകിയ ജോലിയും ചുമതലകളും എഴുതാനാണ്. ഒന്നാമത്തത് മുൻകർ നക്കീർ അലൈഹിസ്സലാം. അവരുടെ ജോലി എന്താണ്? ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ. രണ്ടാമത്തത് നന്മ തിന്മകൾ എഴുതൽ. നന്മ തിന്മകൾ എഴുതൽ ആരാണ്? ഏത് മലക്കാണ്? റഖീബ് അതീദ് അലൈഹിസ്സലാം. മൂന്നാമത്തത് ഇസ്രാഫീൽ അലൈഹിസ്സലാം. അവരുടെ ചുമതല എന്താണ്? സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ. അടുത്തത് സ്വർഗം കാക്കൽ എന്ന് തന്നിട്ടുണ്ട്. അത് ഏത് മലക്കിൻ്റെ ജോലിയാണ്? റിൽവാൻ അലൈഹിസ്സലാം. അടുത്ത ചോദ്യം ഉത്തരം എഴുതാം. 1. പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ച 2 ഭവനങ്ങൾ ഏതെല്ലാം? ഉത്തരം സ്വർഗവും നരകവും. 2. നന്മ കൂടിയവർക്ക് ലഭിക്കുന്നത് എന്ത്? ഉത്തരം നന്മ കൂടിയവർക്ക് തക്ക പ്രതിഫലം ലഭിക്കും. ആ പ്രതിഫലം എന്താണ്? സ്വർഗമാണല്ലേ. 4. നബിയുടെ വരവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരെല്ലാം? ഉത്തരം മുൻ കഴിഞ്ഞു പോയ പ്രവാചകരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചോദ്യം 5. പ്രവാചകന്മാർ ആരാകുന്നു? ഉത്തരം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ വഹി മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാരാണ് ആര്? പ്രവാചകന്മാർ. അടുത്ത ചോദ്യം പൂരിപ്പിക്കാം. 1. ഇന്നാ നഹ്നു ഡാഷ് ദിക്റ വ ഇന്നാ ലഹു ഡാഷ്. ഉത്തരം ഇന്നാ നഹ്നു നസ്സൽനാ സിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. 2. മഹ്ശർ ഡാഷ് സിറാത്ത് ഡാഷ് നരകം മുതലായവയിലെല്ലാം നാം ഡാഷ്. അതിൻ്റെ ഉത്തരം മഹ്ശർ, മീസാൻ, സിറാത്ത്, സ്വർഗം, നരകം മുതലായവയിൽ എല്ലാം നാം വിശ്വസിക്കണം. 3. ഖബർ ഒന്നുകിൽ സ്വർഗ ഡാഷ് അല്ലെങ്കിൽ നരക ഡാഷ്. അതിൻ്റെ ഉത്തരം ഖബർ ഒന്നുകിൽ സ്വർഗത്തോപ്പായിരിക്കും അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും. അടുത്തത് അർത്ഥം എഴുതാനാണ്. ഒമാ അർസൽനാക്ക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതിൻ്റെ അർത്ഥം സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. ഇനി പാഠഭാഗത്തിൽ ഒരു ചോദ്യമുണ്ട്. 22ാമത്തെ പേജിൽ കുറിപ്പ് തയ്യാറാക്കാം. എന്തിനെ പറ്റിയാണ്? സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഉസ്താദിനോട് ചോദിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അത് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. അഥവാ ചോദിക്കുകയാണെങ്കിൽ എഴുതാലോ. ഒരിക്കലും കേടാകാത്ത മനോഹരമായ നല്ല രുചിയുള്ള പഴങ്ങളും ഭക്ഷണങ്ങളും ലഭിക്കും. വളരെ മനോഹരമായ വീടുകളും പൂന്തോട്ടങ്ങളും സ്വർണ്ണ കെട്ടിടങ്ങളും. എപ്പോഴും സന്തോഷവും ചിരിയും മാത്രം. പിന്നെ അടിയിലൂടെ ഒഴുകുന്ന തെളിഞ്ഞ അരുവികൾ. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലുതാണ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള അവസരം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസാക്കല്ലാഹ് ഖൈർ എന്ന് കമൻറ്റ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.